ചേച്ചി ചേച്ചി ഊയ് ഇവിടെ ആരുമില്ലേ? ആരാ? എന്റെ പേര് സജീന. ഞാൻ പട്ടിമറ്റം KSTV വന്നാ. നിങ്ങൾ 4 മാസമായല്ലോ കറണ്ട് ബില്ല് അടച്ചിട്ട്. ഞാൻ ഫീസ് വരാനായിട്ട് വന്നാ. അയ്യോ, ഫ്യൂസ് ഊരല്ലേ, എന്റെ കയ്യിൽ ഒരു നിവർത്തിയില്ല ഇപ്പൊ അടയ്ക്കാനായിട്ട്. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള അടക്കണ്ടേ? അല്ലെങ്കിൽ ഫീസ് ഊരെന്ന് അറിയാൻ പാടില്ല നിങ്ങൾക്ക്? ഇപ്പൊ കുഞ്ഞിന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പൊ ഊരല്ലേ കേട്ടാ ഫ്യൂസ്. നിങ്ങളുടെ കൊച്ചിന്റെ പരീക്ഷ അടക്കണമെങ്കിൽ ഞാൻ എന്താ വേണ്ടേ? നിങ്ങൾ കറണ്ട് ബില്ല് കേട്ടാൾ കറണ്ട് ബില്ല് ഇട്ടണ്ടേ? അല്ലെങ്കിൽ ഞങ്ങൾ ഫീസ് ഊര് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഭർത്താവ് മരിച്ചിട്ട് 5-6 മാസമായി കേട്ടാ. എന്റെ പൊന്നു ചേച്ചി, അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായി ആരെങ്കിലും പൈസ ഒന്ന് വാങ്ങിച്ചു കിട്ട്. ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്റെ കുഴപ്പം? ബന്ധുക്കളായി പൈസ മേടിച്ച് ബില്ലടക്കണം. നേരത്തെ ആഹാരത്തിനും പോലും അവരെന്നെ സഹായിച്ചിട്ടില്ല ചേട്ടാ. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പൈസ ചോദിച്ചെങ്കിലേ അവർ തരുള്ളൂ. ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ട് തരുമോ? പല പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് ചെന്നാ ഇവന് വേണ്ടിയിട്ട്. ചേച്ചി, എല്ലാ ബന്ധുക്കളും ഒരുപോലെയല്ല. ചേച്ചി എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും. മിക്ക ദിവസവും ഞങ്ങൾ മുഴുപട്ടിണിയാ. ചേച്ചി മുഴു പട്ടിണിയാ പരോട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? KSTVക്ക് ബില്ല് അടയ്ക്കാനുള്ള ബില്ല് അടയ്ക്കണ്ടേ? ഞങ്ങളെ വിട്ടേക്കണ ഈ ഫീസ് വരാൻ വേണ്ടിയിട്ടാ. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യണ്ടേ? ചേച്ചി അതിന് വെറുതെ തടസ്സം ഉണ്ടാക്കല്ലേ സെന്റിമെന്റ്സും പറഞ്ഞ്. KSTVയിൽ എത്രയും പെട്ടെന്ന് പൈസ കെട്ടി ഫീസ് വരാതെ നോക്കിക്കോ. ഞാൻ പോവാ അന്നത്തേട്ട്.